ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു കുഷ്ഠരോഗി യേശുവിനോട് വന്ന് എന്നെ ശുദ്ധമാക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു ചോദ്യത്തിന് മുൻപിൽ യേശു പ്രതികരിക്കുന്നത്, യേശു കുഷ്ഠരോഗിയെ തൊട്ടു, എന്നിട്ടാണ് പറയുന്നത് എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന്. ചില കാര്യങ്ങളുമായി നാം യേശുവിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവനിൽ നിന്നും വരുന്ന സമീപനം എന്ന് പറയുന്നത് പ്രാരംഭത്തിൽ അതൊരു മറുപടി, ഒരു വാക്കായി മാത്രം നമ്മളോട് സംസാരിക്കണമെന്ന് നിർബന്ധമില്ല. അവൻ പ്രതികരിക്കും അവൻ്റെ പ്രവൃത്തിയിലൂടെ. ഈ കുഷ്ഠരോഗിയെ യേശു ആദ്യം തൊടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് യേശു സംസാരിക്കുന്നത് എനിക്ക് മനസ്സുണ്ടെന്ന്. തൻ്റെ മനസ്സ് പ്രവൃത്തിയിലൂടെ തെളിയിച്ച് കാണിച്ചതിന് ശേഷമാണ് യേശു പറയുന്നത് എനിക്ക് മനസ്സുണ്ടെന്ന്. യേശുവിൻ്റെ ജീവിതത്തിലെ മുഴുവൻ അനുഭവങ്ങളും പ്രവൃത്തിയിലൂടെ തന്നെ തെളിയിച്ച് കാണിച്ചതിന് ശേഷമാണ് യേശു കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത്. നമ്മുടെ ഏത് വിഷയത്തിലും യേശുവിന് തൊടുവാൻ കഴിയും. യേശു തൊട്ടാൽ അശുദ്ധി മാറി വിശുദ്ധി വരും. യേശു തൊട്ടാൽ ഒറ്റപ്പെടുത്തലുകൾ മാറ്റി സമൂഹം നിങ്ങളെ ചേർത്തുകൊള്ളും. യേശു തൊട്ടാൽ നിങ്ങളുടെ രോഗങ്ങൾ മാറി നിങ്ങൾ സൗഖ്യമാകും. യേശു തൊട്ടാൽ നിങ്ങളുടെ അവസ്ഥകൾ മാറി നിങ്ങൾ അനുഗ്രഹീതരാകും. ആ ഒരു ടച്ചിങ്ങിന് വേണ്ടി നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അശുദ്ധമായ ഏതൊരു വസ്തുവിലേക്കും വിശുദ്ധമായ ഒന്ന് പ്രവേശിച്ചാൽ അത് അശുദ്ധമായി തന്നെ മാറുകയാണ് ചെയ്യുന്നത്. വിശുദ്ധമായ എന്തിലെങ്കിലും അശുദ്ധി കൊണ്ട് ചേർത്ത് കഴിഞ്ഞാലും അതിൽ ആ വിശുദ്ധമായതുകൂടെ അശുദ്ധമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ യേശുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ അശുദ്ധമായ ഒന്നിനെ തൊട്ടാൽ അശുദ്ധമായതും വിശുദ്ധമായി മാറുമെന്നുള്ളതാണ്. കുഷ്ഠരോഗിയെ തൊട്ടാൽ തൊടുന്നവൻ അശുദ്ധനായി മാറുമെന്ന് പറഞ്ഞ് മുദ്രവെക്കുന്ന ജനസമൂഹത്തിന്റെ മധ്യത്തിൽ കുഷ്ഠരോഗിയായവനെ അകറ്റി മാറ്റി നിർത്തി ഭ്രഷ്ടി കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിൽ വിശുദ്ധനായ യേശുവിന്റെ കരം അവന്റെ മേൽ തൊട്ടപ്പോൾ അവൻ ശുദ്ധനായി മാറിയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ കരമൊന്ന് തൊട്ടാൽ സൗഖ്യം വരേണ്ടടുത്ത് സൗഖ്യം, വിശുദ്ധി വരേണ്ടടുത്ത് വിശുദ്ധി, അനുഗ്രഹം വരേണ്ടടുത്ത് അനുഗ്രഹം. പഴയ നിയമ പ്രമാണമനുസരിച്ച് ഒരു കുഷ്ഠരോഗി അവന്റെ വസ്ത്രം വലിച്ചു കീറുകയും അവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോവുകയും അവനെ ഒറ്റയ്ക്ക് നിർത്തുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്നിരിക്കെ ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇവൻ പ്രവേശിക്കുമ്പോൾ ഇവൻ കുഷ്ഠരോഗിയാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞാൽ രണ്ട് സാധ്യതകളാണ് ഇവന്റെ മുൻപിൽ വരുന്നത്. ഒന്നെങ്കിൽ ജനം ഇവനെ കല്ലെറിയും, അല്ലെങ്കിൽ യേശുവിൽ നിന്ന് ഇവന് സൗഖ്യം പ്രാപിക്കാൻ കഴിയും. ഒന്നെങ്കിൽ തിരസ്കരണവും മരണവും, അല്ലെങ്കിൽ വിടുതൽ. ഈ രണ്ട് സാധ്യതകളിൽ ഒന്ന് ഉറപ്പിച്ചിട്ടാണ് ഈ കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത്. യേശുവിന്റെ അടുക്കൽ നിങ്ങളുടെ ആവശ്യമായി ചെന്ന് ചേർന്നാൽ നിങ്ങൾക്ക് മരണമല്ല, നിങ്ങൾക്ക് ജീവനാണ്. യേശുവിന്റെ അടുക്കൽ സാഹചര്യവുമായി നിങ്ങൾ ചെന്നെത്തിയാൽ നിങ്ങളെ ഭ്രഷ്ടി കൽപ്പിക്കുകയല്ല, അവന്റെ ഇഷ്ടത്തിലേക്ക് അവൻ ചേർത്ത് നിർത്തുകയാണ്. ഈ ലോകം നിങ്ങൾക്കെതിരെ മുദ്രകുത്തി ഭ്രഷ്ടി കൽപ്പിച്ച് മാറ്റി നിർത്തുമ്പോൾ നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്കെതിരെ നീണ്ടുവരുന്ന ഒരു കരം ഇന്നും വെളിപ്പെടുന്നുണ്ട്. ആരൊക്കെ മാറ്റി നിർത്തിയാലും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ഒരു കരം നിങ്ങളെ വന്ന് തൊടും എന്നുള്ളത് സുനിശ്ചയമാണ്. മരണത്തെ മുന്നിൽ കാണുന്ന സാഹചര്യമാണ് നിങ്ങളുടെ. ഒന്നെങ്കിൽ മരണം, അല്ലെങ്കിൽ വിടുതൽ. ഈ സാധ്യതകൾ നിങ്ങളുടെ മുൻപിൽ നിലനിൽക്കുമ്പോൾ ഒരു ഉറപ്പ് ഞാൻ പറയുന്നു, യേശുവിനെ തൊടാൻ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്താൽ ഉറപ്പായും മരണമല്ല, ഒരു പുതുജീവൻ നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കും. എൻ്റെ ജീവിതത്തിൽ കുഷ്ഠമില്ലാത്തവനാണ് ഞാൻ, പിന്നെ എന്തിന് ഈ സന്ദേശം കേൾക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമായി നിങ്ങൾ കരുതിക്കൊള്ളുക. പുറത്തുള്ള കുഷ്ഠത്തെ, ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനയെ ചികിത്സിച്ച് മാറ്റാൻ കഴിയുമെങ്കിലും അകത്ത് ഹൃദയത്തിനോ മനസ്സിനോ ഒരു കുഷ്ഠം ബാധിച്ചാൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുകയില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം നമ്മെ കാർന്ന് തിന്നുന്ന ചില മേഖലകളിലേക്ക് അത് നമ്മളെ മാറ്റിക്കളയും. മനസ്സിന്റെ അകത്തുള്ള കുഷ്ഠം പോലെയുള്ള അശുദ്ധമായ ചിലതിൻ്റെ മേൽ യേശു കരം വെച്ച് കഴിയുമ്പോൾ അത് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഇന്ന് അകത്തുള്ള ദേഷ്യമാകാം, വാശിയാകാം, വൈരാഗ്യമാകാം, വെറുപ്പാകാം, അസൂയയാകാം, സ്നേഹത്തിന്റെ പരിമിതികളാകാം, എല്ലാം തകർക്കപ്പെടുന്നൊരു സമയമായി ഇത് മാറട്ടെ. ആരോടെങ്കിലും ഒരു വെറുപ്പോ വിദ്വേഷമോ മനസ്സിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ യേശുവിന്റെ കരം ഒന്ന് എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്താൻ. ഇത് നിങ്ങളിൽ മാത്രമല്ല, മറ്റാർക്കെങ്കിലും നിങ്ങളോടൊരു ദേഷ്യമോ വിദ്വേഷമോ വൈരാഗ്യമോ അകൽച്ചയോ അവരുടെ അകത്തൊരു കുഷ്ഠം പോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലും ഒരു സൗഖ്യം ഇന്ന് പ്രാപിപ്പാൻ യേശു സാധ്യതകളെ തുറക്കട്ടെ. ഇനി നിങ്ങൾ പാളയത്തിന് പുറത്ത് ജീവിക്കേണ്ടവരല്ല, ഒരു സാക്ഷിയായി സമൂഹത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടവരാണ്. യേശു നിങ്ങളെ തൊട്ടാൽ നിങ്ങൾ സാക്ഷികളാകും. ശരീരത്തിന്റെ പുറത്തുള്ള കുഷ്ഠത്തെക്കാൾ അകത്തുള്ള കുഷ്ഠം എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മെ കാർന്നു തിന്ന് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുൻപേ
ഒരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് യേശുവിൻ്റെ കരം നിങ്ങളുടെ മേൽ വന്ന് തൊടട്ടെ. ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ദിനരാത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകി തരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.